എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കുമാരനല്ലൂർ ഭഗവതിയുടെ ഒരു തിരുവുത്സവം കൂടി സമാഗതമായിരിക്കുകയാണ്. നാടാകെ ആ ഉത്സവത്തിൽ ആഹ്ലാദഭരിതരായി ഭഗവതിയുടെ ആറാട്ട് ആഘോഷിക്കാൻ കാത്തിരിക്കുന്നവരാണ്. ഉത്സവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. മുകളിലേക്കുള്ള ഒഴുക്ക് എന്നാണ്. ഉത്സവം എന്നാണ്. ഒരു വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ സംഭവിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഭക്തജനങ്ങളിൽ നിന്നോ തന്ത്രിയിൽ നിന്നോ ക്ഷേത്ര ഉടമസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ജീവനക്കാരിൽ നിന്നൊക്കെ ഉണ്ടാകാവുന്ന ആ പോരായ്മകൾക്കൊരു പരിഹാരമാണ് ഉത്സവം. അപ്പം ഉത്സവ ദിവസമാണ് ഈ ഒറ്റ വർഷത്തെ പോരായ്മകളുടെ പരിഹാരം. കൂടുതൽ നിവേദ്യങ്ങൾ, കൂടുതൽ അർച്ചനകൾ എല്ലാം കൂടുതലാക്കിക്കൊണ്ട് ഒരു മുകളിലേക്കുള്ള ഒഴുക്കാണ്. കുറേശ്ശെ കുറഞ്ഞു തുടങ്ങിയ ചൈതന്യത്തെ വളർത്തി മുകളിൽ കൊണ്ടുവന്ന് ആ കുടത്തിൻ്റെ മുകളിൽ വന്ന് അത് പുറത്തേക്ക് ഒഴുകി ആറാട്ടായിട്ട് ആ ഗ്രാമം മുഴുവനും സന്തോഷഭരിതമാക്കി ദേവിയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്ന മഹത്തായൊരു ചൈതന്യ സത്തയാണ് വാസ്തവത്തിൽ ഉത്സവം എന്നുള്ളത് കൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അത് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും എല്ലാ വർഷവും അനുഭവിക്കുന്നതാണ്. പിന്നെ കുമാരനല്ലൂർ ഭഗവതി കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദുർഗാലയങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ്. അതിന് കാരണം ഈ കുമാരനല്ലൂർ ഭഗവതിയിലെ ദുർഗയിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ 3 പേരുടെ ചൈതന്യം ഒത്തുചേരുന്നുണ്ട്. അവിടുത്തെ പല ധ്യാന ശ്ലോകങ്ങളിലും അവിടുത്തെ സങ്കല്പങ്ങളിലൊക്കെ നമുക്കിത് വ്യക്തമാകുന്നതാണ്. ശാന്തസ്വരൂപിണിയായ ദേവി വൈഷ്ണവ ശക്തിയുടെ ഒരു വലിയ പ്രതീകമാണ്. ശംഖുചക്രങ്ങൾ അതിൻ്റെ പ്രതീകമാണ്. അതേപോലെ ഈ 3 ചൈതന്യങ്ങൾ ഒന്നിച്ചു ചേരുന്നതുകൊണ്ട് അതിന് തക്ക ആരാധനാക്രമങ്ങളാണ്. അപ്പം ഈ ത്രിമൂർത്തികളിലെ ഏകമായൊരു സങ്കല്പം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അങ്ങനെ ഒരു വലിയ ചൈതന്യം ഇവിടെയുണ്ട്. അത് നാട്ടുകാരും നമ്മളും എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും അവിടെ എത്തി നിത്യേനയുള്ള ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശാന്തി നേടി തിരിച്ചു വരുന്നത്. ആ ഒരു ക്ഷേത്രത്തിലെ താന്ത്രികവും ആയ പൂജാവിധാനങ്ങൾ ഇത്ര ഭംഗിയായി മനോഹരമായി നടത്തുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ അപൂർവമാണെന്ന് എനിക്ക് തോന്നുക. എല്ലാ ദിവസവും വളരെ കൃത്യമായി ധാരാളം പുഷ്പാഞ്ജലികളും പൂജകളും വഴിപാടുകളും അകത്ത് നടന്ന് ആ ക്ഷേത്ര ചൈതന്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് അത് വളരെയധികം ഫലവത്താക്കി മാറ്റി അവിടെ എത്തുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അതൊരു അനുഗ്രഹമായി മാറ്റാൻ പറ്റുന്ന ഒരു ആരാധനാ കേന്ദ്രം അപൂർവമായി മാത്രമാണ്. ഒരു കച്ചവട സ്ഥാനം എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഇതൊരു ആരാധനാലയമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാക്കും വിധത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതികളും ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥന്മാരും ക്ഷേത്രത്തിലെ ജോലിക്കാരും ഒക്കെ അവരുടെ കൃത്യം നിർവഹിക്കുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിൻ്റെ മഹത്വം ശരിക്കും അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഈ കുമാരനല്ലൂർ ഭഗവതി കാത്യായനി എന്നൊരു പേരിലാണ് കൂടുതലായിട്ട് ഈ ഭഗവതി അറിയപ്പെടുന്നത്. അത് അവിടെ സുബ്രഹ്മണ്യ ജനനത്തിൽ കൃത്യയാൽ വളർത്തപ്പെട്ടത് കൊണ്ട് കാർത്തികേയൻ എന്ന് സുബ്രഹ്മണ്യന് പേരുണ്ട്. ആ കാർത്തികേയൻ്റെ മാതാവായി തീർന്ന കൃത്തികമാരിൽ നിന്നും ആവിർഭവിച്ച ഒരു ചൈതന്യമാണ് കാർത്തികേയൻ. അതുകൊണ്ട് സുബ്രഹ്മണ്യൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സങ്കല്പം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് കുമാരനല്ലൂർ എന്നുള്ള പേര് വന്നതെന്നുള്ള ഐതിഹ്യവുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ കുമാരൻ്റെ കാർത്തികേയൻ എന്നുള്ള ആ സുബ്രഹ്മണ്യൻ്റെ പേരിലും കാർത്തികായിനി എന്നുള്ള ഈ ഭഗവതിയുടെ പേരിലുള്ള ആ ഒരു സാമ്യം പലപ്പോഴും നമുക്ക് ചിന്തിക്കുമ്പോൾ ആ ഒരു ചൈതന്യത്തിൻ്റെ ശക്തി, അതുകൊണ്ടാണ് ശൈവമായ ഒരു ഭാവത്തിൻ്റെ ശക്തി എന്ന് ഞാൻ പറയാൻ കാരണം. ഇങ്ങനെ 3 വിധത്തിലുള്ള ചൈതന്യം ഒന്നിച്ചു ചേർന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ എപ്പോഴും തയ്യാറായി അവിടെ എത്തിയാൽ മാത്രം മതി. എത്തിച്ചേരുന്നവർക്കെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഭഗവതി ഈ നാട്ടിലെ ഗ്രാമത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ആറാട്ട് ദിവസവും എഴുന്നള്ളി വന്ന് അവർക്ക് വേണ്ട എല്ലാവിധ ചൈതന്യം പകർന്നു കൊടുത്ത് നാടിനെ പരിശുദ്ധമാക്കി മാറ്റാനുള്ള ഒരു വലിയ ശക്തി കേന്ദ്രമാണ് വാസ്തവത്തിൽ കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം. അവിടെ നടത്തുന്ന ആരാധന കൊണ്ട് മാത്രമാണ് ആ ശക്തി ഉണ്ടായി വരുന്നത്. ഒരു വൃക്ഷം ചുമ്മാതെ കുഴിച്ചു വെച്ചാൽ പോരാ, അതിനെ തടമെടുത്ത് വളമിട്ട് എല്ലാ ദിവസവും വളർത്തി കൊണ്ടെങ്കിൽ മാത്രമേ അത് ഒരു ഫലവൃക്ഷമായി അതിൻ്റെ പൂവും കായും ഉണ്ടായി എല്ലാവർക്കും അനുഭവയോഗ്യമായി മാറുകയുള്ളൂ. ഇതാണ് ഈ കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ കാർത്തിക മഹോത്സവവും അതിനുശേഷം വരുന്ന ആറാട്ടും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകളാണ്. ഇതിനോട് ചേർന്ന് അനവധി ആലയങ്ങൾ വേറെയുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മഹനീയമായൊരു സങ്കല്പം. ശക്തിസ്വരൂപിണിയായ ദേവിയെ ആർക്കും എന്തിനും വേണ്ട ശക്തി പ്രദാനം ചെയ്യാൻ ഈ ദുർഗാദേവിക്കാണ് കഴിവുള്ളത്.
ആ കാർത്യായനിയും ദുർഗയും ഒന്നിച്ചു ചേരുന്ന ഒരു പാർവതീ സങ്കല്പത്തിൻ്റെ മഹനീയമായ ആ ഒരു ത്രിമൂർത്തി എന്ന ദേവീ സങ്കല്പത്തെയും ഇവിടെ പൂർണ്ണമാക്കിക്കൊണ്ടിരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ദേവീ ചൈതന്യത്തിൻ്റെയും ത്രിമൂർത്തികളുടെ ചൈതന്യത്തിൻ്റെയും ഒരു നിറകുടമാണ് വാസ്തവത്തിൽ കുമാരനെല്ലൂർ ഭഗവതിയുടെ ചൈതന്യം. അത് ഈ നാട്ടുകാർ സ്ഥിരമായി അനുഭവിച്ചറിയുന്നതാണ് തലമുറകളായി. ഇനിയും അനശ്വരമായ ആ കീർത്തി ഈ ഭഗവതിയുടെ ഈ പേരിൽ ഈ നാട്ടിലല്ല കേരളമെമ്പാടും, കേരളം വിട്ടും അതിൻ്റെ ചൈതന്യവും ശക്തിയും ഇനിയും ചൊരിയട്ടെ. ഈ ഉത്സവം അതിമനോഹരമായി മംഗളകരമായി തീർക്കാൻ ആ ഭഗവതിയുടെ അനുഗ്രഹ ആശംസകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.